अगर पाकिस्तान हिंदुस्तान की जंग में आप में से कितने लोग पाकिस्तान का साथ देंगे? हाथ खड़ा कर। कम ही नजर आ रहे हैं। इसका मतलब है कि काफी समझ पैदा हो चुकी है. സാർ, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ തന്നെയുള്ള ഒരു ഇമാമ് ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ തകരട്ടെ എന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനൊരു വാർത്ത വന്നിരുന്നു. ആ ഇമാമിൻ്റെ കൂടെ ഉള്ളവരും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. കുറഞ്ഞത് 4 അവിടുത്തെ പ്രവിശ്യകളിലുള്ളവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ? അതെ. ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺഖ്വ, സിന്ധ് തുടങ്ങി പല പ്രവിശ്യകളിലും ഈ പീഡക ഭരണം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്ന് ധരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദിലെ ഇമാം ഞായറാഴ്ച അവിടെ നടത്തിയ പ്രസംഗം, അതിൻ്റെ വീഡിയോ വൈറലാണ്. ഇമാം മൗലാന അബ്ദുൽ അസീസ് ഖാസി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹം പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ്, ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടായാൽ നിങ്ങളിൽ എത്ര പേർ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കും എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെ നിൽക്കുന്നവർ കൈപൊക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആരും കൈപൊക്കുന്നില്ല. ചുറ്റും നോക്കി കാണുമല്ലേ? ചുറ്റും നോക്കുന്നുണ്ട്, ആരുമില്ല. जितना पाकिस्तान में जुल्म है कि लाल मस्जिद जैसा अलमनाक सानहा हिंदुस्तान में हुआ, जमाना वजीरिस्तान में. അപ്പോൾ പണ്ട് ഈ BKൻ്റെ ഒരു കഥയുണ്ട്, എംബറർ അശോക എന്ന് പറഞ്ഞിട്ട്. എംബറർ അശോക എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പൊരു വിമാനം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ്. ഇത് അശോക ചക്രവർത്തിയെ പറ്റിയാണ്. അപ്പോൾ അശോക ചക്രവർത്തി കലിംഗ യുദ്ധം നടത്തിയല്ലോ. കലിംഗ യുദ്ധത്തിൽ ഒരുപാട് പേര് മരിച്ചുപോയി. പിന്നെ അശോക ചക്രവർത്തിയുടെ സൈന്യത്തിൽ തന്നെ പല ആളുകളൊന്നും അവശേഷിക്കുന്നില്ല. അപ്പം അദ്ദേഹം യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സിംഹാസനത്തിലിരുന്നിട്ട് ആരെവിടെ എന്ന് രാജാവ് ചോദിക്കുമ്പോഴാണല്ലോ അടിയൻ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരുന്നത്. ഭൃത്യന്മാരും ഒക്കെ മറ്റേ തൊപ്പിയൊക്കെ വെച്ച ആളുകളൊക്കെ ആരെവിടെ എന്ന് ചോദിക്കും. അപ്പോൾ ആരും വരുന്നില്ല. അപ്പോൾ പുള്ളി ശബ്ദം താഴ്ത്തി പറയും, ഞാൻ തന്നെ എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ കൂടെ പാകിസ്ഥാൻ ചോദിക്കുന്നുണ്ട്. മറ്റേ മുനീർ പട്ടാള മേധാവി ചോദിക്കുന്നുണ്ട് ആരവിടെ എന്നൊക്കെ. അയാളുടെ ശബ്ദം കേട്ടിട്ടില്ല ആ പ്രസംഗത്തിനൊക്കെ ശേഷം. പിന്നീട് മിണ്ടിയിട്ടില്ല ഇതുവരെ. ആരെവിടെ എന്ന് ചോദിച്ച് ഞാൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മുനീർക്ക പട്ടാള മേധാവി. അപ്പോൾ ഈ ഇങ്ങനെ കൈ ഉയർത്തുന്നതൊക്കെ കാണാത്തപ്പോൾ ഇമാം പറഞ്ഞു, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരുപാട് പേർക്ക് ബുദ്ധി ഉണ്ടായി എന്നാണ്. പാകിസ്ഥാൻ്റെ കൂടെ ആരും നിൽക്കുന്നില്ലെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വിവരം ഉണ്ടായി എന്നാണല്ലോ പാകിസ്ഥാനിലെ. അതാണ് ഇമാം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പട്ടാളത്തിനെ ഒരുപാട് ചീത്ത പറഞ്ഞു. അടിച്ചമർത്തൽ ഭരണമാണ് പട്ടാളം നടത്തുന്നത്, അതൊരു പീഡക ഭരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാൽ മസ്ജിദ് ദുരന്തം പോലെ ഒന്ന് ഇന്ത്യയിലുണ്ടായോ? അദ്ദേഹം ചോദിച്ചു, ലാൽ മസ്ജിദ് ദുരന്തം പോലെ ഒന്ന് ഇന്ത്യയിലുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ജനക്കൂട്ടം പറഞ്ഞു, ഇല്ല, വിശ്വാസികൾ. എന്താണ് ഈ ലാൽ മസ്ജിദ് ദുരന്തം എന്ന് വെച്ചാൽ 2007 ഈ മോസ്കിലേക്ക് മറ്റേ പട്ടാളം ഇരച്ചു കയറി റെയ്ഡ് നടത്തി. ഇതിൻ്റെ അകത്ത് ഇവർ പല ഭീകരരെയൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇമാമും കൂട്ടരും സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അനവധി ആളുകൾ കൊല്ലപ്പെട്ടു. ആ റെയ്ഡിൻ്റെ അകത്ത് വെടിവെപ്പൊക്കെ നടന്നിട്ട്. എന്നിട്ട് ഈ ഇമാം ചോദിച്ചു, ഇന്ത്യ സ്വന്തം പൗരന്മാർക്ക് മേൽ ബോംബിട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇല്ല. പാകിസ്ഥാൻ. എന്നിട്ട് ഇമാം ചോദിച്ചു, പാകിസ്ഥാനിലെ പോലെ ദേശവാസികൾ അപ്രത്യക്ഷരാകുന്നുണ്ടോ ഇന്ത്യയിൽ? ഇല്ല എന്ന് പറഞ്ഞു. ഈ പാകിസ്ഥാൻ ഒരുപാട് ആളുകളെ, അതിനെ പറ്റിയല്ല പറയുന്നത്, ആ ബലൂജികളെ ധാരാളം പേരെ കാണാതായിട്ടില്ലേ? സൈന്യം തട്ടിക്കൊണ്ടുപോകും, പിന്നെ കാണാതെ വരും. അങ്ങനെ ഈ പർവേസ് മുഷറഫ് അവിടെ ഈ ഭരണാട്ടിം പിടിച്ചടക്കിയിട്ട് പ്രസിഡൻ്റായിരുന്നല്ലോ. ആ കാലത്താണ് ഈ മോസ്കിൽ പട്ടാളം കയറിയത്. 2007 ജൂലൈയിലായിരുന്നു ആ സംഭവം. തീവ്രവാദികൾക്കെതിരെ പട്ടാള റെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. ഇതിൻ്റെ അകത്ത് ഈ മദ്രസയും ഒക്കെ ഉണ്ട് ഈ മോസ്കിൻ്റെ കൂടെ.
ഈ അതിൻ്റെ അകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ധാരാളം മോസ്കിൽ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെയാണ് ഈ വെടിവെപ്പിലൊക്കെ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഈ ലാൽ മസ്ജിദ് സംഭവം വളരെ കുപ്രസിദ്ധമാണ്. ഓപ്പറേഷൻ സൈലൻസ് എന്നായിരുന്നു ഈ മോസ്കിൻ്റെ അകത്ത് നടത്തിയ ഈ സൈനിക നീക്കത്തിൻ്റെ പേര്. കുറേ മാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. മദ്രസ വിദ്യാർത്ഥികൾ ആ സമയത്ത് മദ്യം, പുകവലി, വ്യഭിചാരം എന്നിവയ്ക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ റെയ്ഡുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ സ്വന്തം ശരീഅത്ത് കോടതി ഈ മോസ്ക് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഈ റെയ്ഡുകളൊക്കെ നടന്നത്. പെഷാവറിൽ ചൈനീസ് ജീവനക്കാർ കൊല്ലപ്പെട്ടപ്പോൾ ആ സമയത്താണ് ഈ മോസ്കിൻ്റെ അകത്ത് റെയ്ഡ് നടന്നത്. അപ്പോൾ ചൈനീസ് ജീവനക്കാരെ കൊന്നതുമായിട്ടൊക്കെ മോസ്കിന് ബന്ധമുണ്ട് എന്നൊക്കെ ആരോപിച്ചിട്ടുള്ള റെയ്ഡുകളൊക്കെ ആയിരിക്കാം അന്നുണ്ടായത്. ഈ മൗലാന അബ്ദുൽ അസീസ് ഖാസി ഉണ്ടല്ലോ, ഇപ്പോൾ പ്രസംഗിച്ച ഈ ഖാസി, ആ ഖാസിയുടെ സഹോദരൻ ഈ ചേട്ടൻ അബ്ദുൾ റഷീദ് ഖാസിയും അന്നത്തെ റെയ്ഡിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ബലൂച്ച്, പഷ്തൂൺ, പിന്നെ ആളുകൾ, പത്രപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, മതപുരോഹിതന്മാർ, ഇവരൊക്കെയാണ് അവിടെ അപ്രത്യക്ഷരാകുന്നത്. അതിനെപ്പറ്റിയാണ് ഈ ഖാസി ഇമാം പറഞ്ഞത്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നിരന്തരം ഇങ്ങനെ ആളുകൾ തിരോധാനം ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിൽ. പട്ടാളം പിടിച്ചു കൊണ്ടുപോകും, വെടിവെച്ച് കൊല്ലും എവിടെയെങ്കിലും. എന്നിട്ട് ഇമാം ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷങ്ങൾ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിൽ ഇന്ത്യയെ സ്വതന്ത്ര രാജ്യമായിട്ടാണ് കാണുന്നത്. അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ എന്നാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ കരുതുന്നത്. ഇസ്ലാമാബാദ് റെഡ് മോസ്ക് എന്നാണ് ഇതിന് പറയുക. ലാൽ മസ്ജിദ്, റെഡ് മോസ്ക്. അത് ഈ ദിയോബന്ദി പാരമ്പര്യത്തിലുള്ള ആളാണ് ഈ ഇമാം. അവിടെ പഠിപ്പിക്കുന്നതുമൊക്കെ ആ ദിയോബന്ദി സമ്പ്രദായത്തിലാണ്. നമ്മുടെ ഉത്തർപ്രദേശിലാണ് ദിയോബന്ദ് ഉള്ളത്. അവിടെ നിന്നൊക്കെ മുമ്പ് പഠിച്ചിട്ട് പോയവരൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ ജാലിയ ഫരീദിയ, ജാമിയ ഹഫ്സ തുടങ്ങിയ അവരുടെ സെമിനാരികളുടെ ചാൻസലറുമാണ് ഈ ഇമാം. ഈ മദ്രസകളുടെയൊക്കെ ചാൻസലറുമാണ്. 2007 ഈ ഇദ്ദേഹത്തിനെ, ഈ ഇമാമിനെ പിടിച്ചുകൊണ്ടുപോയി പട്ടാളം. പിടിച്ചുകൊണ്ടുപോയിട്ട് ആ സമയത്ത് ഈ ഇമാം ബുർക്ക ധരിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇമാം പിന്നീട് പറഞ്ഞത് പട്ടാളത്തിൽ തന്നെയുള്ള ഒരു ഓഫീസർ പറഞ്ഞിട്ടാണ് ഈ ബുർക്കയിൽ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചത്. ബന്ധമുള്ള ഒരാൾ, ഒരു ഇൻ്റലിജൻസ് ഓഫീസർ പട്ടാളത്തിലെ പറഞ്ഞിട്ടാണ് ചെയ്തത്. 2 കൊല്ലത്തോളം പട്ടാളത്തിൻ്റെ തടവിലായിരുന്നു ഇമാം. എന്നിട്ട് 2009 ഏപ്രിൽ 16 സുപ്രീം കോടതി ഇമാമിനെ മോചിപ്പിക്കുകയായിരുന്നു. 2013 മോചനം പൂർണ്ണമായി. അങ്ങനെ ഈ ഖൈബർ പക്തൂൺഖ്വയിലെ ഈ മൊല്ലാക്കന്മാരും ഇതേ അഭിപ്രായമുള്ളവരാണ് ഈ ഇമാമിൻ്റെ തന്നെ. ഇന്ത്യ എങ്ങനെ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ഖൈബർ പക്തൂൺഖ്വ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കില്ല എന്ന് അവിടുത്തെ ഇമാമാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ആക്രമിക്കട്ടെ എന്നവർ പറയുന്നുണ്ട്. ഖുറാനെ തൊട്ട് ഇപ്പോൾ ഒരു ഇമാം ഖൈബർ പക്തൂൺഖ്വയിൽ പറഞ്ഞു, ഖുറാനെ തൊട്ട് ഞാൻ ആണയിടാം, ഞാൻ ജയിലിൽ ഉണ്ടായിരിക്കെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നും ഖൈബർ പക്തൂൺഖ്വയിലെ ഒരു ഇമാം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഖൈബർ പക്തൂൺഖ്വ മേഖലയിലുള്ള സാധാരണക്കാരായ കുറച്ച് ആളുകൾ മാത്രമല്ല, പള്ളികളിലെ ഇമാമുമാരടക്കം ഇങ്ങനെ ആഗ്രഹിക്കുന്നു മോസ്കിലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഇത്രയും അസംതൃപ്തരായതുകൊണ്ട് പാക് ആർമിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനും പേടിയായിരിക്കില്ലേ? അപ്പോൾ ഒരേപോലെ ഇന്ത്യ ആക്രമണം നടത്തിയാൽ ആ കൂട്ടത്തിൽ ഇവിടെയും വലിയ പ്രശ്നങ്ങളുണ്ടായില്ലേ? ഇപ്പോൾ ഈ താലിബാൻ്റെ സംഘടനയൊക്കെ ഉണ്ടല്ലോ, തെഹ്രീക്ക്. ഞാൻ ഈ ഇമാം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സേനയൊക്കെ ഈ ഇസ്ലാമാബാദിലൊക്കെ കയറി കഴിഞ്ഞാൽ
ഇവരൊക്കെ ആർപ്പ വിളിക്കില്ലേ അല്ലേ? അവർ ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറയായിരിക്കല്ലേ. നമ്മുടെ പട്ടാളക്കാരെയൊക്കെ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചിട്ട് ആണെന്ന് വലിയ മറ്റേ ലഡുവൊക്കെ വിതരണം ചെയ്യുന്ന പരിപാടിയൊക്കെ നടക്കില്ലേ? മാത്രമല്ല നമുക്ക് അത്യാവശ്യത്തിന് വല്ല ആയുധങ്ങളും ഒക്കെ ഒളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ മോസ്കിലൊക്കെ ഈ ലാൽ മസ്ജിദിലൊക്കെ പോയി ഇതൊക്കെ കൈകാര്യമൊക്കെ ചെയ്യാവുന്നതാണ്. ആഭ്യന്തര സംഘർഷത്തിന്റെ നടുക്കാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. 1971 ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. വലിയ സംഘർഷം മൂർച്ഛിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാൻ്റെ അകത്ത്. ഒന്നാമത് അവിടെ ജീവിതം മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നല്ല അവിടെ ഓരോ സംഗതിക്കുമൊക്കെ ഭയങ്കര വിലയും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പൊ തന്നെ ചിക്കന് വില കൂടി, അരിക്ക് വില കൂടി, ഭയങ്കര വിലയാണ്. 800 രൂപ ചിക്കൻ എന്ന് മറ്റോ പറയുന്നത്. അതെ. അപ്പൊ അങ്ങനെ 340 രൂപ 1 കിലോ അരി എന്നൊക്കെ ഞാൻ വായിച്ചിരുന്നു. അങ്ങനെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് ഈ ഭരണത്തിൽ. അപ്പോൾ ഇനി ഇന്ത്യയുടെ ഈ ഉപരോധം കൂടുതൽ ശക്തമാകുന്നു. അതായത് ഈ പറയുന്ന ഗതാഗതമൊക്കെ സ്തംഭിച്ചിരിക്കുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആഭ്യന്തര കലാപം രൂക്ഷമായിട്ട് ആർമിക്കെതിരെ തന്നെ തിരിയുന്നൊരവസ്ഥ വരും. ഈ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പട്ടാളക്കാരൊന്നും ആയിരിക്കില്ല. ഇസ്ലാമാബാദ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വേറെ ആളുകൾ തന്നെ പട്ടാളത്തിന് വെടിവെച്ചിട്ടോളും എന്നുള്ള അവസ്ഥയിലാണ് പാകിസ്ഥാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.